നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ പ്രതിരോധ രംഗത്ത് ആയുധങ്ങളും മറ്റും വാങ്ങുന്നതിനുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന കരാറുകൾക്ക് അന്തിമ രൂപം നൽകുന്ന ഒരു കമ്മിറ്റിയാണ്. അതായത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രതിരോധ രംഗത്ത് വലിയ അഴിമതികൾ നടന്നിരുന്നു. ഈ 2014 തൊട്ട് മുമ്പ് വരെ ഇന്ത്യ ആശ്രയിച്ചിരുന്നത് ഇറക്കുമതിയാണ്. ഈ ഇറക്കുമതിയിലാകട്ടെ ഈ കരാറുകളിലെല്ലാം വലിയ അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇടനിലക്കാരും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടവരുമെല്ലാം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷം പ്രതിരോധ രംഗത്തെ അഴിമതി തുടച്ചു നിൽക്കാനായി നരേന്ദ്രമോദി സർക്കാരിന് വലിയ രീതിയിൽ വിജയകരമായി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ വന്നിട്ടുള്ളത്. ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ പ്രതിരോധ മന്ത്രിയാണ്. മുതിർന്ന സൈനിക മേധാവിമാരടക്കം ഈ കൗൺസിലിലുണ്ട്. ഇവരാണ് ഏതൊക്കെ സാധനങ്ങളാണ്, എത്ര കോടി രൂപയ്ക്കാണ്, ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്തിമമായി തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഡിഫൻസ് അക്വിസിഷൻ യോഗം നടക്കുന്നുവെന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയ വാർത്തയാണ്. ഡിസംബർ 26, ഈ വരുന്ന ഡിസംബർ 26-നാണ് അടുത്ത ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ യോഗം നടക്കുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ വളരെ നിർണായകമായ ചില ആയുധ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2-3 കാര്യങ്ങളാണ്. അതിലൊന്ന്, ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസ് കമാൻഡിന് വേണ്ടിയിട്ട് പോസ്റ്റ് വെഹിക്കിളുകൾ വാങ്ങുക എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വളരെ വിജയകരമായി തന്നെ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ്. പാകിസ്ഥാൻ 100 കണക്കിന് മിസൈലുകളും 1000 കണക്കിന് ഡ്രോണുകളുമാണ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത് എന്നോർക്കണം. പാകിസ്ഥാൻ ആ സമയത്ത് ഇന്ത്യയുടെ 23 നഗരങ്ങളെ ലക്ഷ്യം വച്ചിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനെയെല്ലാം പ്രതിരോധിച്ചത് കരസേനയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമാക്കുന്നതിന് വേണ്ടി കൂടുതൽ പോസ്റ്റ് വെഹിക്കിളുകൾ വാങ്ങുക എന്ന പദ്ധതി ഈ നാളെ ചേരുന്ന, അല്ലെങ്കിൽ ഈ ഡിസംബർ 26-ന് ചേരുന്ന കമ്മിറ്റി അംഗീകരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പർച്ചേസാണ്. മാത്രമല്ല, ബ്രസീലിയൻ എംബ്രായർ വിമാനങ്ങൾ 6 ബ്രസീലിയൻ എംബ്രായർ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡ്രോണുകൾ, 1000 കണക്കിന് ഡ്രോണുകളും വാങ്ങാനുള്ള പദ്ധതിയുണ്ട്. അതായത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. അതായത് ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ സംവിധാനം, ഈ ബ്രസീലിയൻ എംബ്രായർ വിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് വ്യോമ നിരീക്ഷണ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ശത്രുവിനെ സദാസമയം നിരീക്ഷിച്ച് ശത്രുവിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് നിർണായകമായ ഒരു ഘടകമാണ്. ഇത്തരത്തിൽ 3 വിമാനങ്ങൾ ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. അതിനെ ഇരട്ടിയാക്കാനാണ്, അതായത് ഇന്ത്യയുടെ വലിപ്പം, ഈ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ നീളം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വ്യോമ നിരീക്ഷണ സംവിധാനം അത് ഇരട്ടിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 6 വിമാനങ്ങൾ കൂടി വാങ്ങുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇരട്ടിയല്ല, ഇരട്ടിയിലേറെ പോകുന്നുണ്ട്. അതായത് 3 വിമാനങ്ങളാണ് നിലവിലുള്ളത്, 6 വിമാനങ്ങൾ കൂടി വാങ്ങും. ആകെ മൊത്തം 9 വിമാനങ്ങളാണ് ഈ വ്യോമ നിരീക്ഷണത്തിനായി ഇനി ഇന്ത്യ ഉപയോഗിക്കുക. ഈ ബ്രസീലിയൻ എംബ്രായർ വിമാനങ്ങളെല്ലാം തന്നെ യൂസ്ഡ് വിമാനങ്ങളാണ്, ഉപയോഗിച്ചിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് വിമാനങ്ങളാണ്. ഈ വിമാനങ്ങളിൽ നേത്ര എന്ന് പറയുന്ന നിരീക്ഷണ സംവിധാനം, ഇന്ത്യയുടെ തന്നെ DRDO വികസിപ്പിച്ചെടുത്ത, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരീക്ഷണ ഉപകരണങ്ങളായിരിക്കും ഈ വിമാനത്തിൽ ഘടിപ്പിക്കുക. അങ്ങനെ ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണം ശക്തിപ്പെടുത്തുക. ഇനി 9 ചാരക്കണ്ണുകളായിരിക്കും ഇന്ത്യയുടെ ആകാശത്തെ കാക്കാൻ വേണ്ടി നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ളതാണ് ഈ ഇടപാട് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ വലിയ വലിയ സംഘർഷങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം നടക്കുന്നുണ്ട്. ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം നടന്നു കഴിഞ്ഞു. മാത്രമല്ല, അർമേനിയയും അൽജസീറയും തമ്മിൽ യുദ്ധം നടന്നിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നിരുന്നു. ഈ യുദ്ധങ്ങളിലെല്ലാം നിർണായകമായത് ഡ്രോൺ കൊണ്ടുള്ള ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണുകൾ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് 1000 കണക്കിന് ഡ്രോണുകൾ വാങ്ങാനാണ് ഇപ്പോൾ ഈ പദ്ധതി തയ്യാറാകുന്നത്. ആ പദ്ധതിക്കാകും ഡിസംബർ 26-ന് കേന്ദ്ര ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകാൻ പോവുക. ഈ 1800 കോടി രൂപയ്ക്ക് ഡ്രോണുകൾ മാത്രം ഇന്ത്യ
ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ 6 എയർബോൺ വിമാനങ്ങൾ, പോസ്റ്റ് വെഹിക്കിളുകൾ, ആർമി എയർ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് വെഹിക്കിളുകൾ, അതിനു പുറമെ 10,000-ഓളം കോടി രൂപ ചെലവിട്ട് 280-ഓളം റോക്കറ്റുകളും അത് S-400 സംവിധാനത്തിൽ ഉപയോഗിക്കാനാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. ഇത് റഷ്യയാണ് ഇന്ത്യക്ക് നൽകിയത്. റഷ്യ ഇതിനോടകം തന്നെ 3 S-400 സിസ്റ്റംസ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി നൽകാൻ റഷ്യയും ഇന്ത്യയും തമ്മിൽ ധാരണയായിട്ടുമുണ്ട്. ഈ S-400 സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യ 280 എണ്ണം പുതിയതായി വാങ്ങുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി നമ്മൾ ഒട്ടനവധി റോക്കറ്റുകൾ, ഈ S-400 റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ഓരോ റോക്കറ്റിനും 2 എണ്ണം വീതം വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ നയം. അങ്ങനെയാണ് 280, ഒരു പക്ഷേ 140 റോക്കറ്റുകളായിരിക്കാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ വ്യോമ പ്രതിരോധത്തിനായി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ 140-ൻ്റെ ഇരട്ടി, അതായത് 280 റോക്കറ്റുകൾ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വൻകിട പ്രതിരോധ ഡീലുകളാണ് ഡിസംബർ 26-ാം തീയതി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ ഒരു അംഗീകാരം നേടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ കോടികൾ ചെലവഴിച്ച് 10,000-കണക്കിന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പർച്ചേസ് പാക്കേജ് തയ്യാറായിരിക്കുന്നു. ആ പർച്ചേസ് പാക്കേജ് ഇന്ത്യയുടെ 3 തലത്തിലുമുള്ള പ്രതിരോധ സംവിധാനത്തെയും ആക്രമണ സംവിധാനത്തിൻ്റെയും ഒക്കെ മൂർച്ച കൂട്ടുന്നതാണ്. 1,800 കോടി രൂപയ്ക്ക് ഡ്രോൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു അസറ്റായി മാറുന്നുണ്ട്. മാത്രമല്ല 280-ഓളം S-400 ഉപയോഗിക്കേണ്ട റോക്കറ്റുകൾ, 6 വിമാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾ, ഇതെല്ലാം കൂടി 10,000-കണക്കിന് കോടി രൂപയുടെ പ്രതിരോധ പാക്കേജ് ഇപ്പോൾ തയ്യാറാണ്. ഈ പ്രതിരോധ പാക്കേജിനായിരിക്കും ഡിസംബർ 26-ാം തീയതി അംഗീകാരം ലഭിക്കുക. തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലുമെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ആയുധങ്ങൾ ഇന്ത്യൻ ആവനാഴിയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.